ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ നടന്മാരെ നാളെ ചോദ്യം ചെയ്യും. ലഹരിക്കടത്തിൽ ഇടനിലക്കാരി എന്ന് സംശയിക്കുന്ന പാലക്കാട് സ്വദേശിനിയായ മോഡലിനും എക്സൈസ് നോട്ടീസ് നൽകി. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകുന്നത്. വിസ്മയ, ഈ ഒരു ചോദ്യം ചെയ്യൽ ആലപ്പുഴ സ്വദേശിയായ ആ ഒരു പ്രതിയുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണവും ഒക്കെ നിരത്തിക്കൊണ്ടായിരിക്കും നടന്മാരുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുക എന്നുള്ളത് വ്യക്തമാണ്. എങ്ങനെയാണ് ഈ ഒരു പാലക്കാട് സ്വദേശിനിയായ ഈ ഒരു മോഡലിലേക്ക് അധികൃതർ അല്ലെങ്കിൽ എക്സൈസ് എത്തിയത്? കാളിദാസ്, അതായത് ഈ ഒരു ഇപ്പോൾ എക്സൈസ് സംശയിച്ചിരിക്കുന്നത് ഇവരുടെ ഇടനിലക്കാരിയായി ഈ പാലക്കാട് സ്വദേശിയായി മോഡൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ്. ഇതിനുള്ള കൃത്യമായ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുമുണ്ട്. അതായത് ഈ തസ്ലീമ സുൽത്താനുമായി ഈ സാമ്പത്തിക ഇടപാട് നടത്തിയ തെളിവുകൾ ഈ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു മോഡൽ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലേക്ക് ഈ എക്സൈസ് എത്തിയത്. എന്തായാലും ശ്രീനാഥ് ബാസിക്കും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോനോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയിരിക്കുകയാണ് എക്സൈസ്. ഈ മോഡലിനും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 28-ാം തീയതി ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ വെച്ചായിരിക്കും ഈ ചോദ്യം ചെയ്യലുണ്ടാവുക. ഈ ഒരു ഇതിലെ മുഖ്യ പ്രതിയായ തസ്ലീമ സുൽത്താനുമായി ഈ ഒരു മോഡൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടെന്നും എക്സൈസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് ഈ ഒരു പാലക്കാട് സ്വദേശിയായ മോഡൽ ഇവരുടെ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലേക്ക് എത്തുന്നതും. എന്തായാലും ഈ ഒരു മോഡലിന് പുറമെ തന്നെ TV ചാനൽ റിയാലിറ്റി ഷോ താരത്തിനും അതുപോലെ തന്നെ സിനിമാ നിർമ്മാതാക്കളുടെ സഹായിയായി പ്രവർത്തിക്കുന്നവർക്കും എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാളിദാസ്. ശരി വിസ്മയ, നടന്മാരെ നാളെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം ഒരു പാലക്കാട് സ്വദേശിനിയായ മോഡലിനെ കൂടി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട്. എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു കേസിൽ പാലക്കാട് സ്വദേശിനിയായ മോഡലിന്റെ പങ്ക് ഇനിയും വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തമാകും എന്നുള്ളതും കൂടിയാണ് അറിയാൻ സാധിക്കുന്നത്.